വസ്ത്രങ്ങൾക്ക് നാം മുടുന്നതിനേക്കാൾ വലിയ ലക്ഷ്യമുണ്ടു. മിക്ക ആളുകളും അറിയാത്ത വിധത്തിൽ വസ്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെയും ഐഡന്റിറ്റികളെയും രൂപപ്പെടുത്തുന്നു. കോട്ടുകൾ അല്ലെങ്കിൽ സ്യൂട്ടുകൾ പോലുള്ള കസീവിനു പ്രസക്തമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ശ്രദ്ധ നിലവാരത്തെയും ജോലിയിൽ സ്ഥിരതയെയും നിരക്ക് വർദ്ധിപ്പിക്കുമ്പോഴാണ് വസ്ത്രം ധരിച്ച എന്നെ പ്രഭാവം എന്നുവരുന്നത്. പ്രത്യേക ആത്മാക്ക അർത്ഥമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നാം അനുബന്ധ പെരുമാറ്റങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. ഈ മനഃശാസ്ത്രപരമായ പ്രവർത്തനം ശ്രദ്ധ, ആത്മവിശ്വാസം, പ്രൊഫഷണലിസം എന്നിവ വളർത്തുന്നു. കൂടാതെ വസ്ത്രധാരണ രീതികൾ വളരെ കർശനമായിരിക്കുകയും ആളുകൾ അവരുടെ യഥാർത്ഥ അസ്തിത്വത്തിനും വിശ്വാസങ്ങൾക്കും അനുസൃതമോ എക്സ്ക്ലൂസീവോ ആയി തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠ അനുഭവപ്പെടും. എന്നിരുന്നാലും വസ്ത്രധാരണ രീതികളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾക്കുള്ള ആവശ്യകതകളുമായി പൊരുത്തപ്പെടേണ്ടതും പ്രധാനമാണ്. വ്യക്തി എന്തു ധരിച്ചാലും ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതു ശക്തിയുടെ അടയാളവും ഫാഷന്റെ വഴക്കമുള്ള സാഹചര്യങ്ങളുടെ പ്രകടനവുമാണ്. വസ്ത്രങ്ങൾ മറ്റുള്ളവർ നാം എങ്ങനെ കാണുന്നു എന്നതിന് മാത്രമല്ല, നമ്മൾ എങ്ങനെ തോന്നുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം ചിന്തിക്കുകയും മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നു എന്നതിനെയും ബാധിക്കുന്നു. നമ്മുടെ ഏറ്റവും മികച്ച വ്യക്തിത്വം കൈവരിക്കുക എന്ന പൊതു ലക്ഷ്യത്തിൽ ഫാഷനു ഒരു പങ്കാളിയാകാൻ കഴിയും. വസ്ത്രങ്ങളേക്കാൾ കൂടുതലാണ് ഫാഷൻ, അത് ഒരു മാനസികാവസ്ഥയാണ്. വർണ്ണ മനഃശാസ്ത്രം, ശരീര തരം അറിവ് മുതൽ വ്യക്തിഗത ശൈലി, അടങ്ങിയ അറിവുവാർ, വസ്ത്രങ്ങൾ ആളുകളുടെ വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും സ്വാധീനിക്കുന്നു. വ്യക്തിപരമായ മാനങ്ങൾ വെളിപ്പെടുത്തുന്നു. അതായത് നമ്മൾ ധരിക്കുന്നതു സ്വയത്തിന്റെ ഒരു പ്രൊജക്ഷനും പ്രതിഫലനവുമാണ്. ഫാഷൻ വാക്കേതര ആശയവിനിമയത്തിന്റെയും സ്വയം പ്രകടനത്തിന്റെയും ശക്തമായ ഒരു രൂപമായി പ്രവർത്തിക്കുന്നു. ഇത് വ്യക്തികൾക്കു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും അവരുടെ ഐഡന്റിറ്റി ഉറപ്പിക്കാനും അനുവദിക്കുന്നു. വസ്ത്ര തിരഞ്ഞെടുപ്പുകൾ ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ, വ്യക്തിത്വം, വൈകാരികാവസ്ഥ എന്നിവയെ പോലും പ്രതിഫലിപ്പിക്കുന്നു. മറ്റുള്ളവർ അവരെ എങ്ങനെ കാണുന്നുവെന്നും അവർ സ്വയം എങ്ങനെ കാണുന്നുവെന്നും രൂപപ്പെടുത്തുന്നു. അത് ആളുകൾക്കു അവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാനും ആത്മ അഭിമാനം വളർത്തിയെടുക്കാനുമുള്ള മാർഗങ്ങൾ നൽകുന്നു. ശക്തിയുടെ സ്ഥാനത്തു നിന്നു ലോകത്തിലെ അവരുടെ പ്രവർത്തനങ്ങളിലേക്കു ആത്മ അഭിമാനം കൊണ്ടുപോകാനും ഫാഷൻ ആളുകളെ അനുവദിക്കുന്നു. ഈ വെളിച്ചത്തിൽ വസ്ത്രം നമ്മൾ വായ തുറക്കുന്നതിനു മുമ്പ് താൻ മൂല്യങ്ങൾ, മാനസികാവസ്ഥകൾ, ഉദ്ദേശ്യങ്ങൾ എന്നിവ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മുടെ ആത്മബോധവുമായി പൊരുത്തപ്പെടുന്ന വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ആധികാരികതയിൽ വർധനവും സാമൂഹിക ഉത്കണ്ഠയിൽ കുറവും അനുഭവപ്പെടും.